ജീവിതത്തിൻ്റെ പല മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്കംഫർട്ട് ആകാൻ വേണ്ടി നമ്മൾ അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഡിസ്കംഫർട്ട് ആക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്നു, ട്രെയിനിൽ പോകുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും സംസാരിക്കാറില്ല. നമ്മൾ ആ 4-5 മണിക്കൂറൊക്കെ എടുക്കുന്ന യാത്രയിൽ നമ്മുടെ കൂടെ ഇരുന്ന ആളെടുത്ത് ചിലപ്പോൾ നമ്മളൊന്നും മിണ്ടിയിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ നമ്മൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കംഫർട്ട് ആവുകയാണ് ചെയ്യുന്നത്. നമുക്കത് തന്നെയാണ് വേണ്ടത്. സോ ഡിസ്കംഫർട്ട് ആകാൻ വേണ്ടി നമുക്ക് പരിചയമില്ലാത്ത ആളുകളുമായിട്ട് സംസാരിക്കുക. പുതിയ ഹോബികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരംഭിക്കുക. നമുക്ക് ഉള്ളത് അല്ലാത്ത പുതിയ ഹോബി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡിസ്കംഫർട്ട് ആകും. സോ ഡിസ്കംഫർട്ട് ആകാൻ വേണ്ടി നമ്മളെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും. അതായത് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരണം, നമുക്ക് ഡിസ്കംഫർട്ട് ആകണം, ജീവിതത്തിൽ ഉയരണം, അതായത് നമുക്ക് ജീവിതത്തിൽ പ്രോഗ്രസ് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളവരായിരിക്കണം നിങ്ങളുടെ ചുറ്റും ഉണ്ടാകേണ്ടത്. അല്ലാതെ ആരെങ്കിലും കുറേ പേരല്ല. നിങ്ങളുടെ ചുറ്റും നിങ്ങളെപ്പോലെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവുക. കാരണം നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രസ് ഉണ്ടോ, എത്രത്തോളം ഉണ്ട്, ഇനി നമ്മൾ കൂട്ടണോ, എന്താണ് നിങ്ങളുടെ പ്രോഗ്രസിൻ്റെ ഫീഡ്ബാക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിട്ടായിരിക്കണം നിങ്ങൾക്കൊരു സമ്പർക്കം. അതായത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ ബിസിനസ്സുകാരുമായിട്ടാണ് കൂടുതൽ സമ്പർക്കം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. സോ അതേപോലെ ഡോക്ടർമാരുമായിട്ടായിരിക്കും കൂടുതൽ, മറ്റവരായിട്ട് ഇല്ല എന്നല്ല, കൂടുതൽ അവർ സെയിം പ്രൊഫഷണൽ സെയിം കാറ്റഗറി ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. കാരണം അതാണ് അവരുടെ പ്രോഗ്രസ്സിന് ഏറ്റവും കൂടുതലും ഉതകുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നൊരു കാര്യം. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് മെൻറ്റർഷിപ്പാണ്. അതായത് ഇപ്പോൾ നമ്മളെപ്പോഴും പറയും നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെക്കാൾ ടാലൻ്റ് ഉള്ള, നമ്മളെക്കാൾ എല്ലാ കാര്യത്തിലും അറിവുള്ള ആളുകളിൽ നിന്ന് വേണം നമ്മൾ അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളത്. ശരി തന്നെയാണ്, അത് തെറ്റല്ല. എന്നാൽ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സായിട്ട് കൂടി ചിന്തിക്കാം. അതായത് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടില്ല, എന്നാൽ നമ്മളെക്കാൾ ഒരു പക്ഷേ അറിവുണ്ടാകാം എന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അവരുടെ അഭിപ്രായം നമുക്ക് തേടാവുന്നതാണ്. നമ്മൾ അവർ പറയണത് കേൾക്കണം എന്നുള്ളതല്ല പറയണത്, അവരുടെ അഭിപ്രായം കൂടി നമുക്ക് ആരായാവുന്നതാണ്. എന്താണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു കാരണം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെയല്ല ഈ പുതിയ ആൾക്കാർ, ബിഗിനേഴ്സ്, സാധാരണക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിന് ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ തരുന്ന ആൾ ചിലപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. സോ നമുക്ക് പ്രായം നോക്കണ്ട, എക്സ്പീരിയൻസ് നോക്കണ്ട, അവരുടെ കൂടെ അഭിപ്രായം എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഡിസ്കംഫർട്ട് ആകാൻ, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാവൽ എലോൺ ഇൻ ഡിഫറെൻറ്റ് പ്ലേസ്. അതായത് നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ തനിയെ ട്രാവൽ ചെയ്ത് പോവുക. അപ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് പലതും അറിയത്തില്ല. നമ്മൾ എവിടെ ഇറങ്ങണം, ഏത് വണ്ടി കയറണം, ഏത് ട്രെയിന് കയറണം, ഏത് വഴിക്ക് പോകണം, ഒരു പിടിയില്ല. പക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു വഴി, ഒരു റൂട്ട്, ഒരു യാത്രയാണ് നിങ്ങൾ നയിക്കുന്നത്. സോ അങ്ങനെ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. എനിക്ക് അറിയില്ലെങ്കിലും എനിക്കത് നേടിയെടുക്കാൻ പറ്റും. എനിക്കതിനെക്കുറിച്ച് പഠിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ കാര്യം എന്താണെന്ന് പോലും അറിയില്ല, പക്ഷേ ഞാനത് മനസ്സിലാക്കിയെടുക്കും എന്ന് പറയുന്ന രീതി നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇതൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾ അറിയാൻ പാടില്ലാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ് ചെയ്യണത്. അതിനാണ് പറയുന്നത് തനിയെ നിങ്ങളൊന്ന് യാത്ര ചെയ്യുക. അതും ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരത്തിൽ വരുന്നത്. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോ എന്ന് പറയുന്ന കാര്യം പറയാൻ പഠിക്കണം. പലപ്പോഴും നമ്മളത് പറയാറില്ല. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡിസ്കംഫർട്ട് ആകുന്നുണ്ട്. എന്നാൽ നമ്മൾ യെസ് പറയുന്ന സമയത്ത് നമ്മൾ വളരെ കംഫർട്ടബിളാണ്, ആർക്കും ദോഷമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് തന്നെ അത് ദോഷമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. സോ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയുന്നേ വേണം. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കംഫർട്ട് ആവട്ടെ. നിങ്ങൾക്ക് ഗുണമില്ലാത്ത,
നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത, നിങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളതിന് നോ തന്നെ കൊടുക്കണം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആറാമത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. അതായത് പുറത്തുള്ള കാര്യമല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വളരെ രാവിലെ നേരത്തെ എണീക്കുന്നൊരു സ്വഭാവം, നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചുമ്മാ എണീറ്റിട്ട് വായും പൊളിച്ചിരിക്കുകയല്ല. എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോകാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പുസ്തകം വായിക്കുന്നവർക്ക് പുസ്തകം വായിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് ബെനിഫിഷ്യലാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഡിസ്കംഫർട്ടായിട്ടുള്ളൊരു കാര്യം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വേണ്ട, തണുത്ത വെള്ളത്തിൽ കുളിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ അതൊരു ഡിസ്കംഫർട്ടാണ്. അതല്ല, ഇപ്പോൾ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ ഒന്ന് വെള്ളം കുടിച്ചിട്ട് തള്ളി നീക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് ഫാസ്റ്റിങ്. പറഞ്ഞു വരണത്, ഇതുപോലെ ഒരുപാട് ഡിസ്കംഫർട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങളെ തന്നെ കടത്തി വിടുമ്പോഴാണ് നിങ്ങൾ പാകപ്പെട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ആർജിക്കുന്നത്. ആ എക്സ്പീരിയൻസാണ് നിങ്ങളെ കൂടുതൽ ഡിസ്കംഫർട്ടാക്കാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ ഡിസ്കംഫർട്ടാകാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാത്തവർ വന്നതും ജനിച്ചതും ജീവിച്ചതും മരിച്ചതൊന്നും ആരും അറിയാതെ പോകും. അതല്ല, നിങ്ങൾ ഡിസ്കംഫർട്ടായിട്ട് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ 10 പേരറിയും, നിങ്ങൾ 1000 പേരറിയും, ലക്ഷക്കണക്കിന് പേരറിയുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ട് പോലും നിങ്ങൾ മാറും. ഒരുപാട് റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും നിങ്ങൾ മാറും. പക്ഷേ ഇതിനൊക്കെ ആ ചട്ടക്കൂടിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങണം. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. അതായത് പലപ്പോഴും നമ്മൾ ഡിസ്കംഫർട്ട് ആകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു കാര്യമാണ്. സോ അതിന് അവസരം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക. ഒരു കല്യാണ വീട്ടിലായാലും, ഒരു സ്കൂളിലാണെങ്കിലും ശരി, ഒരു കോളേജിലാണെങ്കിലും ശരി, ഒരു കവലയിലാണെങ്കിലും ശരി, ഒരു ചായക്കടയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി നമുക്ക് അവസരങ്ങളുണ്ട്. 10 പേര് കൂടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാനൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഡിസ്കംഫർട്ട് ആകും. കാരണം നിങ്ങൾ ഇതുവരെ പഴകിയിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വൺ മാൻ ഷോ എന്ന് പറയുന്ന ഒരു പരിപാടി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസ്കംഫർട്ട് ആവുന്നുണ്ട്. സോ ആ കംഫർട്ട് സോൺ നിങ്ങൾ അവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊണ്ടുതരും. ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു കുറച്ചായിട്ട് ഒരു 10-25 വട്ടമൊക്കെ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഓ, ഞാനിപ്പോൾ ആ ഒരു കംഫർട്ട് സോണിനകത്ത് ജീവിക്കുന്ന ഒരു ജീവിയല്ല, ഞാൻ പുറത്ത് കിടക്കുന്ന ഒരാളാണ്. സോ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യും, എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ ഡിസ്കംഫർട്ട് ആകാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്, ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. സുഖിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നുള്ളത് നിങ്ങളെ തന്നെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. നിങ്ങൾക്കതിൽ കോൺഫിഡൻസും ഉണ്ടാവും. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സത്യസന്ധതയാണ്, ഹോണസ്റ്റി. അതായത് നിങ്ങൾ ഒരു അപ്രിയ സത്യം പറഞ്ഞു എന്നിരിക്കട്ടെ, മറ്റുള്ളവർ കേട്ടാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അപ്രിയ സത്യം നിങ്ങൾ പറഞ്ഞു എന്നിരിക്കട്ടെ. ആ പറഞ്ഞ കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വില കളയും, നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ വിമർശിക്കും, എന്തെങ്കിലും ഒരു അഭിപ്രായം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സോ അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നിടത്താണ് നിങ്ങൾ ആ കംഫർട്ട് സോൺ പൊട്ടിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ അഭിപ്രായം അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ വിനിയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പവർ കിട്ടുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ആളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്രിയ സത്യമാണെങ്കിലും അത് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അങ്ങനത്തെ കാര്യങ്ങൾ, സീക്രട്ടുകളൊന്നും നിങ്ങളുടെ അടുത്ത് പുറത്തിടണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള പ്രസൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ ഭയക്കുന്നില്ല. അതായത് ഈ സത്യം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പറയുന്നൊരു പരിപാടിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ സീക്രട്ടായിട്ടുള്ള ഒരു കാര്യം എടുത്ത് പറയണം എന്നല്ല പറയണത്. അതൊന്നും ഒരിക്കലും തുറക്കരുത്. കഴിഞ്ഞ അധ്യായം അത് പാസ്റ്റ്, അതങ്ങനെ കഴിയട്ടെ. ഞാൻ പറയുന്നത് പ്രസൻറ്റത്തെ കാര്യമാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാൻ നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല. അതും നിങ്ങൾക്ക് ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടാക്കും. നിങ്ങൾ നേരിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത്. മാത്രമല്ല മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. ഇയാളെ വിശ്വസിക്കാം എന്ന് പറയുന്നൊരവസ്ഥ അവിടെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഗുണമാണ് സത്യത്തിൽ ഉണ്ടാകുന്നത്. സഡനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്, അത്രയേ ഉള്ളൂ അതിൻ്റെ.
അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അവർ ചിന്തിക്കുന്നത് നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഉള്ളത് തുറന്നു പറയുന്ന ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാക്കും. എങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ലാതായിരിക്കുകയാണ്. 9ാമത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന പ്രോഗ്രസ്, നിങ്ങൾ ഡിസ്കംഫർട്ട് ആകാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങളുടെ ഈ പ്രോഗ്രസ്സിന് നിങ്ങൾക്കൊന്ന് ജേണൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതൊന്നൊന്ന് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, നാളെ നിങ്ങൾക്ക് തന്നെ ആലോചിക്കുമ്പോൾ അറിയാൻ പറ്റും, എൻ്റെ പ്രോഗ്രസ് ഇങ്ങനെയാണ്, ഞാൻ ഈ പ്രോഗ്രസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞാൻ നേടുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാം. അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുടെ അടുത്തോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട റിലേറ്റീവ്സിൻ്റെ അടുത്തോ, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വ്ളോഗിങ്ങോ വാട്ടെവർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലൈഫിൻ്റെ പ്രോഗ്രസ് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പഴയ നിങ്ങളും ആ പുതിയ നിങ്ങളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള അവരല്ല ഇപ്പോഴുള്ളവർ, ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. സോ അതവിടെ റെക്കോർഡാണ്, അതായത് അവിടെ ജേണലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്നൊരു കാര്യമാണ്. പഴയ ഞാനല്ല ഇപ്പോഴത്തെ ഞാനൊരു സംഭവമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സ്വയം നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. സോ അവിടെ നിന്ന് പിന്നെയും നമുക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ ഈ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. സോ കാണാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്, അത് ജേണൽ ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റണം. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ഡിസ്കംഫർട്ട് ആകണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരടുത്ത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കുറേ കുറ്റങ്ങൾ, വിമർശനങ്ങൾ, ക്രിറ്റിസിസം, അങ്ങനെ പല സാധനങ്ങൾ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട്. അതായത് ഒന്ന്, ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ, നിങ്ങളിനി എവിടേക്കാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയി നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുക. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരടുത്ത് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം, ഫീഡ്ബാക്ക് ചോദിക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് ചോദിക്കാൻ മടിക്കരുത്. അത് പറയുമ്പോൾ അവർ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ടാണ്, ഓഫ് കോഴ്സ് അതങ്ങനെ തന്നെ ആയിരിക്കും, അതാവുകയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പൊട്ടിച്ചൊന്ന് പുറത്ത് കടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം തൊട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവുക.